8 പാക്ക്, 6 പാക്ക്, 4 പാക്ക്, 2 പാക്ക്, ഫാമിലി പാക്ക്, അങ്ങനെ പല ടൈപ്പ് പാക്കുകളുണ്ടല്ലേ. നല്ല വയറുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ വയറൊക്കെ ഒന്ന് ഒതുങ്ങി ടക്കിൻ ചെയ്യുമ്പോൾ വൃത്തികേടില്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരിക്കും ആഗ്രഹം. ഇനിയിപ്പോൾ കുഴപ്പമില്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള വയറുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒരു 2 പാക്കെങ്കിലും തെളിഞ്ഞ് കാണണേ എന്നായിരിക്കും ആഗ്രഹം. അങ്ങനെ 2 ഉള്ളവന് 4 വേണമെന്നും 4 ഉള്ളവന് 6 വേണമെന്നും 6 ഉള്ളവന് 8 വേണമെന്നും അങ്ങനെയാണ് മനുഷ്യരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. അപ്പോൾ ഒരേ സമയം അത് മനുഷ്യൻ്റെ ഒരു നല്ല ക്വാളിറ്റിയും മോശം ക്വാളിറ്റിയാണ്. ഇപ്പോൾ പണ്ട് ടെലിഫോൺ കണ്ടുപിടിച്ച ആള് അല്ലെങ്കിൽ ടെലിഫോൺ കണ്ടുപിടിച്ചപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ് ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. മോശം ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റും കഴിഞ്ഞ് ഒരുപാട് മുകളിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും പല രീതിയിൽ മോശമായിട്ട് വരാനും സാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരേ സമയം മനുഷ്യൻ്റെ ഒരു നല്ല ക്വാളിറ്റിയും മോശം ക്വാളിറ്റി ആയിട്ട് ആ ഒരു കാര്യത്തിന് പറയാം. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും 8 പാക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും 6 പാക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ 2 പാക്കോ 4 പാക്കോ ഉള്ള ഒരാൾക്ക് അത് 6 പാക്കോ 8 പാക്കോ ആക്കാൻ സാധിക്കുമോ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ആബ് മസിൽസ് ഉണ്ട്. ആബ് മസിൽസ് ഇല്ലാത്തതായിട്ടുള്ള ആരുമില്ല. എനിക്കുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ട്. ഇത് ഒരാളുടെ ശരീരത്തിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ട് ഇല്ല എന്നതിനൊക്കെ ബേസ് ചെയ്ത് ഇത് വിസിബിൾ ആവുകയും വിസിബിൾ ആവാതിരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ആദ്യം വിസിബിൾ ആവുന്നത് ഏറ്റവും മുകളിലുള്ള 2 പാക്ക് മാത്രമായിരിക്കും. പിന്നീട് അത് 4 പാക്കും 6 പാക്കോ 8 പാക്ക് ഉണ്ടെങ്കിൽ 8 പാക്കും ഒക്കെ ആയിട്ട് നമുക്ക് വിസിബിൾ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 പാക്ക് ഉള്ള ആളുകൾക്ക് 4 പാക്ക് ആക്കാൻ സാധിക്കുമോ? 4 പാക്ക് ഉള്ള ആളുകൾക്ക് 8 പാക്ക് ആക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ മിസ്അലൈൻഡ് ആയിട്ടുള്ള ആപ്സ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ ടൈഗർ ഷ്രോഫിനെയൊക്കെ നോക്കുകയാണെങ്കിൽ കയറി ഇറങ്ങിയായിരിക്കും അവരുടെ ആപ്സ് ഇരിക്കുന്നത്. അത് അലൈൻഡ് ആക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന് സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ without further delay, let's get into the video. I am Adil Hussain. Welcome to my channel. ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലും വളരെ വ്യത്യസ്തമായിട്ടൊക്കെ ആയിരിക്കും അവരുടെ ആബ് മസിൽസ് ഡിസൈൻ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡിവൈഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ജനറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചില ആളുകളുടെ ആബിൽ ചിലപ്പോൾ 2 പാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകളുടെ ആബിൽ ചിലപ്പോൾ 4 പാക്കോ 6 പാക്കോ ഉണ്ടാവും. മറ്റു ചിലർക്കാണെങ്കിൽ 8 പാക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ ആളുകളുടെയും ജനറ്റിക് അനുസരിച്ച് അവരുടെ ശരീരത്തിൽ ഈ പാക്കിൻ്റെ എണ്ണം വ്യത്യാസം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ടൈഗർ ഷ്രോഫിനെ നിങ്ങൾ നോക്കും. ടൈഗർ ഷ്രോഫിൻ്റെ ആബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കയറി ഇറങ്ങിയാണ് പുള്ളിയുടെ ആബ് ഇരിക്കുന്നത്. പുള്ളിക്ക് നല്ല ട്രെയിനർ ഇല്ലാത്തതുകൊണ്ടല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നല്ല സപ്ലിമെൻ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇതൊന്നുമല്ല കാരണം. പുള്ളിയുടെ ജനറ്റിക്സ് അങ്ങനെ ആയതുകൊണ്ടാണ് പുള്ളിയുടെ ആബ് മസിൽ അങ്ങനെ ഇരിക്കുന്നത്. അതേസമയം ഋത്തിക് റോഷനെ എടുത്തു നോക്കും. പുള്ളിയുടെ ആബ് മസിലെല്ലാം വെൽ അലൈൻഡാണ്. ഒരേ വർക്കൗട്ട് ഒരേ രീതിയിൽ ഒരേപോലെ ഡയറ്റ് എടുത്തുകൊണ്ട് 2 വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മസിൽ ടോണും മസിലുണ്ടാകുന്ന രീതിയും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 8 പാക്ക് ഉണ്ടായെന്ന് വരാം, മറ്റേ ആൾക്ക് പക്ഷേ ചിലപ്പോൾ 6 പാക്കേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അയാൾ ചിന്തിക്കും ഞാനും ഇവനും ഒരുപോലെ വർക്കൗട്ട് ചെയ്യുന്നു, ഒരുപോലെ ഡയറ്റ് എടുക്കുന്നു, എന്നിട്ട് എനിക്ക് 6 പാക്ക് ഇയാൾക്ക് 8 പാക്ക്, അതെങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അയാളുടെ ജനറ്റിക്സ് ആണ്. അതുപോലെ ഒരേ ഡയറ്റ് എടുത്ത് ഒരേ വെയിറ്റും ഒരേ ഹൈറ്റും ഉള്ള 2 പേര് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ ഒരാൾക്ക് ചെസ്റ്റ് ആയിരിക്കും, പെക് മസിൽ ആയിരിക്കും കൂടുതൽ വരുന്നത്, മറ്റൊരാൾക്ക് ഷോൾഡർ മസിൽ ആയിരിക്കും കൂടുതൽ വരുന്നത്. വേറൊരാളെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ബൈസെപ്സും ട്രൈസെപ്സും ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ജനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫോർമേഷൻ വരുന്നത്. ഇപ്പോൾ ഈ ചിലപ്പോൾ 100 കിലോ ഉള്ള ഒരാൾ 300 കിലോ ഇട്ട് സ്കോട്ട് ചെയ്യുന്ന പറഞ്ഞാലും അയാളുടെ ലെഗ് പോർഷൻ വെറും ഒരു 150 കിലോ 200 കിലോ ഇട്ട് വർക്കൗട്ട് ചെയ്ത് ചെറിയ ഡയറ്റ് നോക്കി വർക്കൗട്ട് ചെയ്യുന്ന അയാളുടെ അത്രയും സൈസ് വരണമെന്നില്ല. അതൊക്കെ കംപ്ലീറ്റ്ലി ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ആബ് മസിലിൻ്റെ കാര്യം. നിങ്ങൾക്ക് ജനറ്റിക്കലായിട്ട് ഇപ്പോൾ 6 പാക്ക് ഉള്ളെങ്കിൽ നിങ്ങളിനി ആബ് മസിലിൽ നിന്ന് എത്ര വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 8 പാക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് 4 പാക്കേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 6 പാക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് കംപ്ലീറ്റ്ലി ജനറ്റിക്കലാണ്. ഇനി നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നമുക്ക് 6 പാക്ക് ഉണ്ടോ 8 പാക്ക് ഉണ്ടോ? ഇതറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കട്ട് ചെയ്ത് നമ്മൾ ആബ് മസിൽ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഏത് പാക്കാണുള്ളത്. അത്യാവശ്യം ബോഡി ഫാറ്റ് കുറവുള്ള ഒരാൾ, ഒരു 15-16 ആ ഒരു റേഞ്ചിലൊക്കെ ബോഡി ഫാറ്റ് കുറവുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ അവർക്ക് കുറച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ആബ് മസിൽ ഉണ്ടോ ഇല്ലെന്ന്. നല്ലപോലെ അപ്പർ ബോഡി സ്ട്രെച്ച് ചെയ്യാം. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബാക്കിലേക്ക് അപ്പർ ബോഡി നമ്മളിങ്ങനെ ഞെളിയുമല്ലോ, ആ രീതിയിൽ നല്ല രീതിയിൽ അപ്പർ ബോഡി സ്ട്രെച്ച് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ വിരൽ കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ വിരലെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും നമുക്ക് എത്രത്തോളം പാക്സ് ഉണ്ട്, എത്ര പാക്ക് ഉണ്ടെന്നുള്ളത്. ആ ഒരു ഡിവിഷൻ വരുമല്ലോ നമ്മുടെ പാക്ക് തമ്മിൽ.
അപ്പോൾ 1, 2, 3 അങ്ങനെ 3 ഡിവിഷനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 6 പാക്ക് ആണ്. 1, 2, 3 ഏറ്റവും താഴെയും കൂടെ ഒരു ഡിവിഷനായിട്ട് അവിടെ കൊണ്ടാണ് ഇത് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 പാക്ക് ഉണ്ട്. ഇനി അതില്ല 2 ഡിവിഷനേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 4 പാക്ക് ആണ്. അപ്പോൾ നമുക്കൊരു 16% വരെയൊക്കെ ബോഡി ഫാറ്റ് ആ ഒരു റേഞ്ചിലോ അതിൽ താഴെയോ ബോഡി ഫാറ്റ് ഉള്ള ആളുകൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് 6 പാക്ക് ആണോ 8 പാക്ക് ആണോ അതോ ഈ 4 പാക്ക് ആണോ ഉള്ളത്. 6 പാക്ക് ആയാലും 4 പാക്ക് ആയാലും 8 പാക്ക് ആയാലും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ബോഡി ബിൽഡ് ചെയ്തെടുക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ എനിക്ക് 4 പാക്കേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് 6 പാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ ജനറ്റിക്കലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള 4 പാക്ക് മാത്രമുള്ള ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, 6 പാക്ക് മാത്രമുള്ള ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, 8 പാക്ക് ഉള്ള ബോഡി ബിൽഡേഴ്സും ഉണ്ട്. സാധാരണ നമ്മുടെ ശരീരത്തിലെ ഒരു 95% മസിലുകളുടെയൊക്കെ ഘടന ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ ആബ് മസിലിന്റെ കാര്യം മാത്രമാണ് പലർക്കും പല രീതിയിൽ ഇങ്ങനെ 4ഉം 6ഉം 8ഉം ആയിട്ടൊക്കെ പല ടൈപ്പ് ഡിവിഷൻ വന്ന് കണ്ടിട്ടുള്ളത്. ബാക്കി നമ്മളിപ്പോൾ ഏത് മസിൽ നോക്കിയാലും അതിന്റെയൊക്കെ ഡിവിഷൻ ഏകദേശം ഒരു സെയിം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് സെലിബ്രിറ്റീസിനെ എടുത്തു നോക്കാം. ജോൺ അബ്രാമിനെ നോക്കാം. ജോൺ അബ്രാമിനെ നോക്കുമ്പോഴും 1, 2, 3, 4, 5, 6, 7, 8 പാക്ക് ആണ് ജോൺ അബ്രാമിനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഋത്തിക് റോഷന്റെ ആപ്സ് നോക്കാം. ഋത്തിക് റോഷന്റെ ആപ്സ് നോക്കുമ്പോഴും അദ്ദേഹത്തിനും 8 പാക്ക് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത നമുക്ക് ഹെൻറി കാവിൽ സൂപ്പർമാൻ, അദ്ദേഹത്തിന്റെ ആപ്സ് നോക്കാം. അദ്ദേഹത്തിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ലെങ്കിലും ഓൾമോസ്റ്റ് അദ്ദേഹത്തിനും 8 പാക്സ് ആണുള്ളത്. ഇനി നമുക്ക് ലെജൻഡ് ആയിട്ടുള്ള റോണി കോൾമാൻ്റെ ആപ്സ് നോക്കാം. റോണി കോൾമാൻ്റെ ആപ്സ് നിങ്ങൾ നോക്കുമ്പോൾ 1, 2, 3, 4 അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് 4 പാക്സ് മാത്രമാണ് ഉള്ളത്. അവസാനത്തെ ഒരു ഫുൾ ഏരിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 പാക്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതാണ് ജെനറ്റിക്സിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് അർണോൾഡിനെ നോക്കാം. അർണോൾഡ് ഷ്വാസ്നെഗറിനെ നോക്കുമ്പോഴും അദ്ദേഹത്തിനും 6 പാക്ക് ആണുള്ളത്. അടുത്തത് പൃഥ്വിരാജിനെ നോക്കാം. പൃഥ്വിരാജിനെ നോക്കുമ്പോഴും അദ്ദേഹത്തിനും 6 പാക്സ് വിസിബിൾ അല്ല, 4 പാക്ക് വരെ നമുക്ക് ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യയുടെ ആപ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന് നമുക്കൊരു 8 പാക്സ് ആണെന്ന് പറയാം. കാരണം അവസാനം വരെ ചെറിയൊരു ഡെഫിനിഷൻ പുള്ളിക്ക് കാണുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഏരിയയിലായിട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. പുള്ളിയുടെ 8 പാക്സ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇതുപോലെ ഓരോ നടന്മാർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് 4 പാക്സ് ഉണ്ടാവുള്ളൂ, ചിലർക്ക് 6 പാക്സ് ഉണ്ടാവും, ചിലർക്ക് 8 പാക്സ് ഉണ്ടാവും. സോ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ളൊരു ടോപ്പിക്കാണത്. ചില ആളുകൾ 6 പാക്കേ ഉള്ളൂ, ഞാൻ ജിമ്മിൽ പോയി എന്നും ഇനി ആപ്സിന് വർക്കൗട്ട് ചെയ്ത് 8 പാക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കൂട്ടുകാരോ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ജനറ്റിക്കലായിട്ട് നിങ്ങൾക്ക് 6 പാക്ക് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തു എന്ന് കരുതി ആ 6 പാക്ക് 8 പാക്ക് ആകാൻ പോകുന്നില്ല. നിങ്ങൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം മസിലിന് ചിലപ്പോൾ ഹൈപ്പർട്രോഫി ഉണ്ടാവും, അത്രത്തോളം മസിൽ അവിടെ ബിൽഡ് ആവും. പക്ഷേ ആ 6 പാക്ക് എന്നുള്ള ഒരിക്കലും 8 പാക്ക് ആകാനോ അല്ലെങ്കിൽ 4 പാക്ക് എന്നുള്ളത് 6 പാക്ക് ആകാനോ ഒന്നും പോകുന്നില്ല. സോ അതൊക്കെ 95% അല്ലെങ്കിൽ 99% ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. സോ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണ് സുഹൃത്തുക്കൾ, എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ഐ ആം ആദിൽ ഹുസൈൻ സൈനിങ്.